ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൽ വരുന്ന 4ാമത്തെ യൂണിറ്റാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ്. നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ എന്താണ്? ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഫുൾ എന്താണ്? കുറേ ഫുഡ് ഐറ്റംസ്, കുറേ ഭക്ഷണ വിഭവങ്ങളാണുള്ളത് അല്ലേ? കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാവരും എന്താണ് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പോവാണ്. അവിടെയുള്ള ആൾക്കാരുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമാണ്, നല്ല കൊതിയാണല്ലേ നമ്മൾ കാണുന്നത്. ഈ ഭക്ഷണങ്ങൾ നമുക്ക് സന്തോഷം തരുമല്ലേ? നല്ല ഭക്ഷണം, ഇന്ന് വീട്ടിലെ നല്ല അടിപൊളി ഭക്ഷണമാണെങ്കിൽ നമുക്കത് നല്ല സന്തോഷിക്കും, നമുക്ക് കഴിക്കാനൊക്കെ നല്ല കൊതിയായിരിക്കും. ജെയിംസ് ബിയർഡ് എന്ന് പറഞ്ഞ ആൾ ഫുഡിനെ പറ്റി ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്. നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ നമുക്ക് ഇതിലെ കഥകളൊക്കെ നോക്കാം. ദെൻ ലുക്ക് അറ്റ് ദി പിക്ചർ. ഈ ചിത്രം നോക്കിക്കേ. ഈ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട്? ഒരു ഗേൾ ഉണ്ട്. ഗേൾ എന്താ ചെയ്യുന്നത്? ഫുഡ് കഴിക്കുകയാണ്. ഒരു ബോയ് ഉണ്ട്. ദെൻ ഒരു മമ്മി ആയിരിക്കും, ഒരു മദർ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? എന്താണ് കുട്ടി ചെയ്യുന്നത്? ഷീ ഈസ് ഈറ്റിംഗ് ഹെർ ഫുഡ്. എന്താണ് അവളുടെ ഭക്ഷണം കഴിക്കുകയാണ്. സോ അവിടെ എഴുതുക. വാട്ട് വിൽ യു ഡു ഇഫ് സംവൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും വരികയാണ്. വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക മക്കളെ? നമ്മൾ ആ ഫുഡ് അവർക്കും കൂടി ഷെയർ ചെയ്യും അല്ലേ? അവർക്കും കൂടി കുറച്ച് ഫുഡ് കൊടുക്കും. അപ്പോഴല്ലേ അവരും നല്ല സന്തോഷാവുക. എന്ത് എഴുതാം? ഐ വിൽ ഷെയർ മൈ ഫുഡ്. ഞാൻ എൻ്റെ ഫുഡ് അവർക്ക് കൊടുക്കും. ഇവിടെ ഇതാ നിങ്ങളുടെ ഈ യൂണിറ്റിലെ ആദ്യത്തെ കഥയാണ്. എന്തിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്? സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ഒരു പ്രത്യേക തരം സൂപ്പിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ എന്താണ് പേര്? ദ സ്റ്റോൺ സൂപ്പ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ ഒരു ചെറുപ്പക്കാരന് ബാഗൊക്കെ തോളിലിട്ട് ഇങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ നടക്കുന്നത് കാണാം. എന്താണ് നമുക്ക് കഥയൊന്ന് വായിച്ചു നോക്കിയാലോ? ദ ജേണി എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ചൂട്. സണ്ണി ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. എന്തായിരുന്നു ആ ദിവസം? ഭയങ്കര ചൂടും നല്ല വെയിലുള്ള ദിവസമായിരുന്നു. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. യങ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ, ട്രാവലർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ. എന്താണ്? ഒരു ചെറുപ്പക്കാരനായ യാത്രക്കാരന് എവിടെ എത്തി? റീച്ച്ഡ് എ വില്ലേജ്. വില്ലേജിൽ എത്തി. വാസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. അവൻ എന്തായിരുന്നു? ഭയങ്കര ഹംഗ്രി, വിശന്നിരുന്നു. എക്സ്ഹോസ്റ്റഡ്, തളർന്നിരുന്നു. ദ സ്ട്രീറ്റ് വെർ എംപ്റ്റി. ആ ഒരു സ്ട്രീറ്റ് എന്താണ്? ഭയങ്കര എംപ്റ്റി ആയിരുന്നു, കാലിയായിരുന്നു. അവിടെ ഒന്നും ആരും കാണാനില്ല. എവരി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. ഓരോ ജനാലയും വാതിലുകളും എന്താണ്? ലോക്ക്ഡ് ആണ്, അടച്ചിരിക്കുകയാണ്. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. എന്താണ്? ഈ ഗ്രാമത്തിൽ ആരും അങ്ങനെ കാണുന്നൊന്നുമില്ല. ചെറുപ്പക്കാരന് ഈ ഗ്രാമം കുറച്ചൊരു അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നി, അത്ര സുഖകരമുള്ളതായിട്ട് തോന്നിയില്ല. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അങ്ങനെ യാത്രക്കാരൻ എവിടെ എത്തിയിട്ടുണ്ട്? ഒരു ഗ്രാൻഡ് മേയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. അങ്ങനെ അവസാനം അവൻ എവിടെ എത്തി? നമ്മുടെ ചെറുപ്പക്കാരന് ഒരു ചെറിയ കോട്ടേജിലെത്തി. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. നോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടുക, ഇങ്ങനെ ആ വാതിലിൽ ഇങ്ങനെ മുട്ടി. ആൻഡ് ഓൾഡ് വുമൻ പീക്ക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺഡ് ദ ഡോർ. വാതിലിൽ മുട്ടിയപ്പം ഒരു ഓൾഡ് വുമൺ, ഒരു പ്രായമായ ഒരു സ്ത്രീ എന്താണ്? പീക്ക്ഡ് ഔട്ട്, ഇങ്ങനെ എത്തി നോക്കി, വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കി. ആൻഡ് ഓപ്പൺ ദ ഡോർ. എന്നിട്ട് വാതിൽ തുറന്നു. ഹു ആർ യു? നീ ആരാണ്? ഷീ ആസ്ക്ഡ്. അവൾ ചോദിച്ചു. ഐ എം എ ട്രാവലർ ആൻഡ് ഐ എം വെരി ഹംഗ്രി. ഞാനൊരു യാത്രക്കാരനാണ്, ഞാൻ ഭയങ്കര വിശന്നിരിക്കുകയാണ്. ഹീ സെഡ്. അവൻ പറഞ്ഞു. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? നമ്മുടെ യാത്രക്കാരൻ ഭയങ്കര ക്ഷീണിതനാണ്, ഭയങ്കര ഹംഗ്രി, ഭയങ്കര വിശന്നിരിക്കുകയാണ്. എന്നിപ്പോൾ നമ്മുടെ ഓൾഡ് വുമൺ, വയസ്സായ സ്ത്രീയോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? വി വർ ഓൾ വെരി പുവർ, ദ വുമൺ സെഡ്. എന്താണ്? ഞങ്ങളെല്ലാവരും ഭയങ്കര പുവറാണ്. പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടതാണ്.
വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽഫ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു ഭക്ഷണവും ഇല്ല. ആൻഡ് ഷീ ക്ലോസ്ഡ് ദ ഡോർ. ഇതും പറഞ്ഞുകൊണ്ട് ഓൾഡ് വുമൺ വാതിൽ അങ്ങ് അടച്ചു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ റെഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തുകൊണ്ടാണ് ഈ വയസ്സായ സ്ത്രീ യാത്രക്കാരന് ഭക്ഷണം കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? അവർ പുവർ ആയതുകൊണ്ട്, അവർ പാവപ്പെട്ട ആളായതുകൊണ്ട്, അവരുടെ കയ്യിൽ ഫുഡ് ഇല്ലാത്തത് കൊണ്ട്. ഡു യു അഗ്രി വിത്ത് വാട്ട് ഷീ ഡിഡ്? നിങ്ങൾ ഈ സ്ത്രീ ചെയ്തതിനോട് യോജിക്കുന്നുണ്ടോ? നമുക്ക് എന്താണ് സ്ത്രീൻ്റെ സാഹചര്യം എന്നറിയില്ലല്ലേ. ചിലപ്പം പാവപ്പെട്ട് അവിടെ ഫുഡ് തീരുമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു അപരിചിതനായിട്ടുള്ള ഒരു അറിയാത്ത ഒരാൾ വന്നിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ല. സോ നമ്മൾ വിശന്നുങ്ങാണ്ട് ഒരാൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് ഫുഡ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യണം. സോ നമുക്ക് ബാക്കി പാഠം വായിച്ച് നോക്കാം. ദ സൂപ്പ് സ്റ്റോൺ. The traveler picked up a round stone from his bag and knocked again. അങ്ങനെ അവൻ്റെ ബാഗിൽ നിന്ന് എന്തെടുത്ത്? ഒരു റൗണ്ട് സ്റ്റോൺ, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കല്ലെടുത്ത്, എന്നിട്ട് വീണ്ടും എന്താണ്? വാതിലിന് നോക്ക് ചെയ്തു. നോക്കഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാതിലിന് മുട്ടി. ദ ഓൾഡ് വുമൺ ഓപ്പൺഡ് ദ ഡോർ. അപ്പോൾ ആ സ്ത്രീ വന്ന് വാതിൽ തുറന്ന്. വാട്ട് നൗ? ഇപ്പോൾ ഇനി എന്താണ്? ഷീ ആസ്ക്ഡ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടോട് കൂടി ഒരു പ്രാവശ്യം വന്ന് കാര്യങ്ങൾ പറഞ്ഞതല്ലേ, ഇവിടെ ഫുഡൊന്നും ഇല്ലയെന്ന് പറഞ്ഞതല്ലേ, വീണ്ടും എന്തിനാണെന്നുള്ള രീതിക്ക് ആ ഓൾഡ് ആയിട്ടുള്ള വുമൺ വന്ന് ചോദിച്ചു. ഐ എം ഗോയിങ് ടു മേക്ക് എ സ്റ്റോൺ സൂപ്പ്. ഞാനൊരു സ്റ്റോൺ സൂപ്പ്, കല്ല് കൊണ്ടൊരു സൂപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. ദ ട്രാവലർ അനൗൺസ്ഡ്. ഈ യാത്രക്കാരൻ പറഞ്ഞു. ഇറ്റ്സ് ഡെലീഷ്യസ്. അതെന്താണ്? ഭയങ്കര ഡെലീഷ്യസ് ആണ്. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ടേസ്റ്റി, യമ്മി, ഭയങ്കര രുചിയുള്ളതാണ്. സൂപ്പ്. ദ വുമൺ ഗിഗിൾഡ്. ഗിഗിൾഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചിരിച്ച്. ഈ സ്ത്രീ ചോദിക്കാണ്, കല്ലുകൊണ്ട് സൂപ്പോ? കല്ലുകൊണ്ട് എങ്ങനെയാണ്? ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? കല്ലുകൊണ്ട് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുക? നിങ്ങൾ ഇതുവരെ കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ? നമുക്ക് എങ്ങനെയാണ് ഈ യാത്രക്കാരൻ കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോണെന്ന് നോക്കാം. ഓ യെസ് ഐ ക്യാൻ. ഓ എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. ദ ട്രാവലർ സെഡ്. യാത്രക്കാരൻ പറഞ്ഞു. ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. അയാൾക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കി കഴിച്ച മാതിരിയായിരുന്നു അയാളുടെ ഒരു സംസാരം. ദ വുമൺ ലെറ്റ് ഹിം ഇൻ. അങ്ങനെ ഈ സ്ത്രീ എന്താണ്? അയാളോട് വീടിൻ്റെ അകത്തേക്ക് കയറി വരാൻ അനുവാദം കൊടുത്തു. താഴെ ഒരു ചോദ്യം ചോദിക്കുന്നു. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ഗിഗിൾ? ഗിഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചെറുതായിട്ടൊന്ന് ചിരിക്കുക. എന്തിനാണ് വുമൺ അങ്ങനെ ചെയ്തത്? കാരണം അവൾ കേട്ട് എന്താണ്? ഇവർ കല്ലുകൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഈ വുമൺ അത് വിശ്വസിക്കാനായില്ല. ഇതുവരെ ഇതിൻ്റെ മുന്നേ അങ്ങനെ കേട്ടിട്ട് തന്നെയല്ല കല്ലുകൊണ്ടൊരു സൂപ്പോന്ന്. അങ്ങനെ അവർക്ക് എന്താണ്? അതൊരു തമാശയായിട്ടാണ് തോന്നിയത്, ഒരു ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. സോ ഇവിടെ എഴുതാം. ദ ഓൾഡ് വുമൺ ഗിഗിൾഡ് ബിക്കോസ്. എന്താണ് കാരണം? ഷീ ഫൗണ്ട് ഇറ്റ് ഫണ്ണി. എന്താണ്? അവളതൊരു തമാശയാണെന്ന് വിചാരിച്ച്. ആൻഡ് അൺബിലീവബിൾ. വിശ്വസിക്കാനായില്ല. എന്ത്? ദാറ്റ് സംവൺ കുഡ് മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ. ഒരു കല്ല് കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അടുത്ത ചോദ്യം. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവലർ ഇൻ? എന്ത് കാരണം കൊണ്ടാണ് ഈ സ്ത്രീ ട്രാവലർ യാത്രക്കാരനെ ഉള്ളിൽ കയറ്റിയത്? എന്താണ് കാരണം? അവർക്ക് തോന്നി എന്താണ്? ഇവനെ കൊണ്ട് ഈ കല്ല് കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നി. കാരണം ഇയാൾ അത് പറയുമ്പം അത്രക്കും കോൺഫിഡൻറ്റ്, നല്ല ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. ബിക്കോസ് ഹീ ലുക്ക്ഡ് വെരി കോൺഫിഡൻറ്റ്. കാരണം അയാൾ ഭയങ്കര ആത്മവിശ്വാസമുള്ളതുപോലെ അയാൾക്ക് പറ്റും എന്നുള്ള രീതിയിലാണ് നിന്നത്. ആൻഡ് കൺവിൻസ്ഡ് ഹെർ ദാറ്റ് ഹീ കുഡ് ആക്ച്വലി മേക്ക് ഡെലീഷ്യസ് സൂപ്പ് ഫ്രം എ സ്റ്റോൺ. അയാൾ ഈ സ്ത്രീയെ വിശ്വസിപ്പിച്ച് എന്താണ്? ഭയങ്കര ഡെലീഷ്യസ്, സ്വാദുള്ളൊരു സൂപ്പ്, കല്ല് കൊണ്ടുള്ളൊരു സൂപ്പ് തനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് അയാളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. പിക്ചറിൽ കാണാം എന്ത്? നമ്മുടെ യാത്രക്കാരൻ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള സൂപ്പ് തയ്യാറാക്കുന്നത്. ആ സ്ത്രീ, പ്രായമായിട്ടുള്ള സ്ത്രീ ഇതിങ്ങനെ നോക്കി അരികിലിരിക്കുന്നുണ്ട്. ഇനി ബാക്കി വായിക്കാം. ദ ഡെലീഷ്യസ് ഡിഷ്. നല്ല സ്വാദുള്ള വിഭവം. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ. എന്താ ചെയ്യുക? ആദ്യം ഒരു പാത്രം, ഒരു പോട്ട് എന്ന് പറഞ്ഞാൽ പാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക, വെള്ളം നിറയ്ക്കുക. പുട്ട് ഇറ്റ് ഇൻ ഓൺ ഫയർ. എന്നിട്ട് തീ വെക്കുക.
സെഡ് ദ യങ് ട്രാവലർ, യാത്രക്കാരൻ പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഡിഡ് സോ, അങ്ങനെ ഇയാൾ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ചെയ്തു. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ, അങ്ങനെ ഈ വെള്ളം എന്താണ് ചൂടായിട്ട് തിളയ്ക്കാൻ ഇങ്ങനെ ബബിൾ ആവാൻ തുടങ്ങും. ദ ട്രാവലർ വാഷ്ഡ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്, അങ്ങനെ അയാളുടെ കയ്യിൽ ബാഗിൽ നിന്നെടുത്ത റൗണ്ട് സ്റ്റോൺ എടുത്ത് നന്നായിട്ട് കേകി വൃത്തിയാക്കി ഈ പോട്ട്, ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഈ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്, അങ്ങനെ അയാൾ നമ്മുടെ സൂപ്പ് ഇപ്പോൾ എവിടെ ഉണ്ട്, അടുപ്പത്ത് തീയിൽ ഒരു പോട്ട്, ഒരു പാത്രത്തിൽ ഇങ്ങനെ സ്റ്റോണും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ സൂപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, സ്റ്റിർഡ് എന്ന് പറഞ്ഞാൽ ഇളക്കി, റൗണ്ട് ആൻഡ് റൗണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തു. ആസ് ഹി സ്റ്റിർഡ് ഹി ഹമ്മഡ് എ ലിറ്റിൽ ട്യൂൺ, ആസ് ഹി സ്റ്റിർഡ് ഹി ഹമ്മഡ് എ ലിറ്റിൽ ട്യൂൺ, അങ്ങനെ ഇയാളെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മൂളിപ്പാട്ടും പാടി. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ്, എന്നിട്ട് അത് ടേസ്റ്റ് നോക്കി ഇങ്ങനെ രുചിച്ച് ഇങ്ങനെ കൈമലാക്കി ഇങ്ങനെ രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റെഡി, ഇത് ഇങ്ങനെ തയ്യാറാവാനായിട്ടുണ്ട്. എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ, എന്താണ് കുറച്ച് പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് ഉപ്പും പിന്നെ എന്ത് വേണം, എ ബിറ്റ് ഓഫ് ബട്ടർ, കുറച്ച് ബട്ടറും വേണം. എന്താണ് ഇത് കുറച്ചുകൂടി ടേസ്റ്റിയർ ആവും, കുറച്ചുകൂടി നല്ല ടേസ്റ്റ്, ബെറ്റർ ടേസ്റ്റ് ഇതിന് വരും. ദ ഓൾഡ് വുമൺ ഹാഡ് സം സാൾട്ട് ആൻഡ് ബട്ടർ, ഈ പാവപ്പെട്ട ഈ സ്ത്രീൻ്റെ അടുത്ത് എന്തുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും ബട്ടറും ഉണ്ടായിരുന്നു. സോ ഷീ ആഡഡ് ദം ടു ദ പോട്ട്, അങ്ങനെ അവൾ ഇത് പോട്ടിലേക്ക് ഇട്ടു. ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ ആൻഡ് സാൾട്ട് ആൻഡ് സ്റ്റോൺ, ഈ കല്ലും ഉപ്പും ബട്ടറും വെച്ചിട്ട് ശരിക്കും റിയലി സത്യമായിട്ടും ഈ ട്രാവലറിന്, യാത്രക്കാരന് സൂപ്പ് തയ്യാറാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മളെ സൂപ്പ് നല്ല ടേസ്റ്റി ആയിരിക്കും? ഇങ്ങനത്തെ കല്ല് സൂപ്പ് എന്ന് പറഞ്ഞൊരു വിഭവം ഉണ്ടോ? നമുക്ക് ബാലൻസ് പോർഷൻ വായിക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. ഈസ് ദ സൂപ്പ് റെഡി ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ, അങ്ങനെ പ്രായമായിട്ടുള്ള സ്ത്രീ ചോദിച്ചു, ഇപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയോ, തയ്യാറായോ? ഓഹ് നോ നോട്ട് യെറ്റ്, ഇല്ല ഇപ്പോഴും തയ്യാറായിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ, ചെറുപ്പക്കാരന് ആയിട്ടുള്ള ഈ ട്രാവലർ പറഞ്ഞു. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്, ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ, ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും എന്തായിരിക്കും, ഭയങ്കര രുചിയുള്ളതായിരിക്കും, ഭയങ്കര ഡെലീഷ്യസ്, സ്വാദിഷ്ടമുള്ളതായിരിക്കും. ബട്ട് ആൻ ഓണിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ, എന്താണ് ഇതിലേക്ക് ഒരു ഒണിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി അല്ലെങ്കിൽ 2 എണ്ണം ഇട്ടാൽ എന്തായിരിക്കും, ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. ദ ഓൾഡ് വുമൺ സ്ലൈസ്ഡ് സം ഓണിയൻസ് ആൻഡ് ആഡഡ് ദം ഇൻ ടു ദ പോട്ട് വിത്ത് ദി സൂപ്പ് സ്റ്റോൺ, എന്താണ് എന്നിട്ട് നമ്മുടെ ഈ പ്രായമായിട്ടുള്ള സ്ത്രീ എന്ത് ചെയ്തു, കുറച്ച് ഓണിയൻ എടുത്ത് സ്ലൈസ് ചെയ്തു. സ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ മുറക്കി അങ്ങനെ അരിഞ്ഞിട്ടു. എന്നിട്ട് ഈ പോട്ടിലേക്ക്, നമ്മുടെ ഈ സ്റ്റോൺ സൂപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ പോട്ട്, ഈ പാത്രത്തിലേക്ക് കൊണ്ടിട്ടു. ആരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ, ആരോമ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മെല്ല്. ഈ ഫുഡ് ഉണ്ടാക്കേണ്ട നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സ്മെല്ല്, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, നല്ല ബിരിയാണിക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് നല്ല സ്മെല്ലായിരിക്കും അല്ലേ? ഈ ഒരു സ്മെല്ല് ആരിലേക്ക് എത്തി, നൈബർ, ഇവരുടെ അയൽക്കാരിലേക്ക് ശ്രദ്ധ പിടിച്ചു. വാട്ട് ആർ യു കുക്കിംഗ്, ഹി ആസ്ക്ഡ്, നിങ്ങൾ എന്താണ് പാചകം ചെയ്യുന്നത്, അദ്ദേഹം ചോദിച്ചു. സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്, എന്നപ്പോൾ ട്രാവലർ പറഞ്ഞു എന്താണ് സ്റ്റോൺ സൂപ്പ്, ഇത് സ്റ്റോൺ സൂപ്പാണ് ഇവിടെ തയ്യാറാക്കുന്നത്. സ്റ്റോൺ സൂപ്പ്, അയാൾക്കൊരു സംശയം, സ്റ്റോൺ സൂപ്പോ? ഐ ഹാഡ് നെവർ ഹിയർഡ് ഓഫ് സച്ച് എ തിങ്, ഞാൻ ഇതിനു മുന്നേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ല. സെഡ് ദ വില്ലേജർ, ആ ഗ്രാമക്കാരന് പറഞ്ഞു. യെസ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്, അതെ ഇതൊരു പ്രത്യേക തരം സൂപ്പാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്, നിങ്ങൾക്ക് ഈ സൂപ്പിലേക്ക് ചേർക്കാൻ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ദ ട്രാവലർ ആസ്ക്ഡ്, ട്രാവലർ യാത്രക്കാരൻ ചോദിച്ചു. യെസ് ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്, ടേണിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു തൂവരിയാണ്, ബീൻസ് എന്ന് പറഞ്ഞാൽ പയർ ഐറ്റംസ് ആണെന്ന്. അപ്പോൾ ഇയാളെടുത്ത് തൂവരിയും പയറും ഉണ്ടെന്ന് പറഞ്ഞു. ദ നൈബർ റിപ്ലൈഡ്, നൈബർ മറുപടി കൊടുത്തു. ഹി റാൻ ഹോം, അങ്ങനെ അയാൾ അവരുടെ വീട്ടിലേക്ക് ഓടി. ബ്രോഡ് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്, അത് വാങ്ങി വന്ന് അതും കൂടി നമ്മുടെ ഈ പോട്ട്, ഈ പാത്രത്തിലേക്ക് ഇട്ടു.
ഇവിടെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡ് ദ നൈബർ കം ടു ദി വുമൻസ് ഹൗസ്? ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് എന്തിനാണ് ഈ അയൽക്കാരൻ വന്നത്? ഈ സൂപ്പിന്റെ സ്മെല്ല് കേട്ടിട്ടില്ലേ? സോ അവിടെ ഇത് ഹീ സ്മെൽഡ് ദി ആരോമ ഓഫ് ദി സൂപ്പ്. എന്താണ് ഈ സൂപ്പിൻ്റെ സ്മെല്ല് അറിഞ്ഞിട്ട് ആൻഡ് ഗോഡ് ക്യൂരിയസ്, അങ്ങനെ ആകാംക്ഷിതനായി. എബൌട്ട് വാട്ട് വാസ് ഷീ കുക്കിംഗ്, എന്താണ് അവൾ തയ്യാറാക്കുന്നത്, ആകാംക്ഷയായി അങ്ങനെ ഓടി വന്നതാണ്. അടുത്തത് വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? വേറെ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾക്ക് ഈ സൂപ്പ് കൂടുതൽ ടേസ്റ്റി ആവാൻ ആഡ് ചെയ്യാൻ പറ്റുക, ചേർക്കാൻ പറ്റുക? എന്തൊക്കെ ചേർക്കാം? ക്യാരറ്റ്, പൊട്ടാറ്റോ, കുറച്ച് പെപ്പർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം അല്ലേ? ഈ ട്രാവലർ ഇനി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്കി പോർഷൻ ക്യൂരിയോസിറ്റി, ആകാംക്ഷ. ദി വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദി സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അങ്ങനെ ആ നാട്ടിൽ, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എന്തിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി? ഇങ്ങനെ ആ വീട്ടിൽ ഒരാൾ, ഒരു സ്ട്രേഞ്ചർ, ഒരു അബരിജൻ വന്നിട്ട് ഒരു സ്റ്റോൺ സൂപ്പ് എന്ന് പറഞ്ഞൊരു വിഭവം തയ്യാറാക്കുന്നുണ്ടെന്ന് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു നടന്നു. വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് ആരോമ. അങ്ങനെ ഓരോരുത്തരിലേക്കും ഈ സ്മെല്ല്, ആരോമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൂപ്പിൻ്റെ സ്മെല്ല് അതിങ്ങനെ അടിക്കാൻ തുടങ്ങി. ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. അങ്ങനെ ഗ്രാമങ്ങളിലുള്ള എല്ലാവരും ചോദിച്ചു, ഈ സൂപ്പ് റെഡി ആയോ? ഓ നോ, നോട്ട് യെറ്റ്, ഇല്ല ഇതുവരെ തയ്യാറായിട്ടില്ല. സെഡ് ദി യങ് ട്രാവലർ, ഈ നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള യാത്രക്കാരൻ പറഞ്ഞു. ദിസ് സൂപ്പ് ഈസ് ഗുഡ്, ഈ സൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. എന്താണ്? ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ 2 ക്യാരറ്റ് കൂടി ഇട്ടാൽ എന്താണ്, ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റിയർ ആയിരിക്കും, നല്ല സ്വാദുള്ളതായിരിക്കും. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെഡ് എ യങ് ലേഡി. അപ്പോൾ ഇത് കേട്ട ആ ഗ്രാമത്തിലുള്ള ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ലേഡി എന്ത് പറഞ്ഞു? ഗാർഡനിൽ എന്തുണ്ട്? ക്യാരറ്റ്സ് ഉണ്ട്. ഞാൻ വേഗം എൻ്റെ ഗാർഡനിൽ പോയിട്ട് എന്ത് ചെയ്യാം? ക്യാരറ്റ് പറിച്ച് വരാം എന്ന് പറഞ്ഞു. ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദി ഓൾഡ് വുമൻസ് ഹൗസ്. അങ്ങനെ അവളുടെ ഗാർഡനിലേക്ക് പോയിട്ട് വേഗം നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 ക്യാരറ്റ് പറിച്ച് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നു. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദി സൂപ്പ്. അങ്ങനെ അത് അങ്ങനെ കട്ടൊക്കെ ചെയ്ത് ആ ക്യാരറ്റ് എന്താണ്, ഈ സൂപ്പിലേക്ക് ഇട്ടു. ദ ട്രാവലർ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. സ്റ്റിർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. സ്റ്റിർഡ് എന്ന് പറഞ്ഞാൽ ഇളക്കുക, റൗണ്ട് ആൻഡ് റൗണ്ട്, അങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ടിൽ ഇളക്കി. ആസ് ഹി സ്റ്റിർഡ് ഹി ഹമ്മഡ് എ ലിറ്റിൽ ട്യൂൺ. അങ്ങനെ അവനിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പം അവനൊരു മൂളിപ്പാട്ട് പാടി. ഇവിടെ ഒരു ചോദ്യം നോക്കാം. വാട്ട് ഹാപ്പൻഡ് വെൻ ദ സൂപ്സ് ആരോമ സ്പ്രെഡ്? എന്താണ് ഈ സൂപ്പിൻ്റെ സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തപ്പം, ഇങ്ങനെ എല്ലാവരിലേക്കും എത്തിയപ്പം എന്താണ് സംഭവിച്ചത്? ഓൾ വില്ലേജേഴ്സ് കം ടു ദെയർ. എന്താണ്? ഈ സ്മെല്ല് കേട്ട വില്ലേജേഴ്സ് ഒക്കെ എന്താണ്, അവിടേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ഓൺ റീച്ചിങ് ദി ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു? ഈ ഗാർഡനിലെത്തിയ ലേഡി എന്താണ് ചെയ്തത്? അവിടുന്ന് കുറച്ച് ക്യാരറ്റ്സ് എന്താണ്, പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ്. ഗാർഡനിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ക്യാരറ്റ്സ് പറിച്ചു. സോ ഇതിൻ്റെ 2 ആൻസറും അവിടെ എഴുതുക. ദ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. ഈസ് ദി സൂപ്പ് റെഡി? ഇപ്പോൾ സൂപ്പ് റെഡി ആയോ? ആസ്ക്ഡ് അനദർ വില്ലേജർ. വേറൊരു ആ വില്ലേജിലുള്ള ഗ്രാമക്കാരൻ ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്, ഇല്ല റെഡി ആയിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ. നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള യാത്രക്കാരൻ പറഞ്ഞു. ദി സൂപ്പ് ഈസ് ഡെലീഷ്യസ്. ഇത് സൂപ്പ് എന്താണ്? ഭയങ്കര ഡെലീഷ്യസ്, സ്വാദിഷ്ടമാണ്. ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. പക്ഷേ കുറച്ച് ചിക്കനും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്, നല്ല ബെറ്റർ ആയണേ എന്ന്. ഹിയറിങ് ദിസ് ആൻ ഓൾഡ് ഫാമർ വെൻഡ് ടു ഹിസ് ഹൗസ് ആൻഡ് ബ്രോട്ട് എ ചിക്കൻ. ഇത് കേട്ട് അവിടെയുള്ള ഒരു ഫാർമർ എന്ത് ചെയ്ത്, അയാളുടെ വീട്ടിൽ ഓടിപ്പോയി അവിടെ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് കൊണ്ടുവന്നു. The old woman and the traveler cut the chicken and put it into the pot along with the carrots, onions and soup stone. ഇപ്പോൾ നമ്മുടെ ഈ യാത്രക്കാരനും ഈ പ്രായമായിട്ടുള്ള സ്ത്രീയും വേഗം ആ ചിക്കനൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ പോട്ടിലേക്ക് ഇട്ടു. നമ്മുടെ പോട്ടിൽ എന്തൊക്കെയുണ്ട്? ക്യാരറ്റ്സ് ഉണ്ട്, ഓണിയൻ ഉണ്ട്, ബട്ടർ ഉണ്ട്, സ്റ്റോൺ ഉണ്ട്. അങ്ങനെ ആ പോട്ടിലേക്ക് എന്തും കൂടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തത്? ചിക്കനും കൂടി ആഡ് ചെയ്തു.
ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദി പോട്ട്. അങ്ങനെ ഈ യാത്രക്കാരൻ അവസാനമായിട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ സ്പൈസസ് എന്ത് ചെയ്തു, സ്പ്രിങ്കിൾഡ് വിതറിക്കൊടുത്തു. ഹീ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അയാൾ സ്റ്റിർഡ് എന്തായിരുന്നു, സ്റ്റിർഡ് ഇളക്കി, റൗണ്ട് ആൻഡ് റൗണ്ട്, അങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ടിൽ അയാൾ ഇളക്കി കൊടുത്തു. ആസ് ഹീ സ്റ്റിർഡ് ഹി ഹമ്മഡ് എ ലിറ്റിൽ ട്യൂൺ. അങ്ങനെ അയാൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ചെറിയൊരു മൂളിപ്പാട്ടും അങ്ങനെ പാടി. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ. എന്താണ് അവർ ചിക്കൻ കൊണ്ട് ചെയ്തത്, എന്താണ് ചിക്കൻ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഈ പോട്ടിലേക്ക്, നമ്മുടെ സൂപ്പിലേക്ക് ഇട്ടു. ദേ ആഡ് ഇറ്റ് ടു ദി സൂപ്പ്. അത് സൂപ്പിലേക്ക് കൊണ്ടിട്ടു. നമ്മുടെ സൂപ്പ് റെഡി ആയി തോന്നില്ല. ഇവിടെ പിക്ചറിൽ കാണാം, നമ്മുടെ ട്രാവലറിൽ എല്ലാവർക്കും ഓരോ പാത്രത്തിൽ സൂപ്പ് ആക്കി കൊടുക്കുന്നുണ്ടല്ലേ. നമുക്ക് വായിക്കാം. ദ ടേസ്റ്റി സൂപ്പ്, നല്ല ടേസ്റ്റുള്ള സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് സമയം കഴിഞ്ഞപ്പം ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, ഈ ഗ്രാമത്തിലുള്ളവരെ ഇങ്ങനെ കാത്തു നിൽക്കുകയല്ലേ സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ച്. അവരിങ്ങനെ ചോദിച്ചു, ഈസ് ദി സൂപ്പ് റെഡി, സൂപ്പ് റെഡി ആയോ? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ്സ് ഗുഡ് സെഡ് ദ യങ് ട്രാവലർ ലിക്കിങ് ഹിസ് ലിപ്സ്. അങ്ങനെ അയാളുടെ ചുണ്ടിങ്ങനെ ഇറക്കിക്കൊണ്ട് പറഞ്ഞ്, എന്താണ് ഇത് നല്ല ടേസ്റ്റും നല്ല ഗുഡും ആണ്, നല്ലതാണെന്ന് പറഞ്ഞു. നൗ ദി സൂപ്പ് ഈസ് റെഡി ടു സെർവ്. ഇപ്പോൾ എന്താണ്, ഈ സൂപ്പ് റെഡിയാണ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹീ അനൗൺസ്ഡ്, അയാൾ പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഹറിഡ് ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. അങ്ങനെ വേഗം ഈ പ്രായമായിട്ടുള്ള സ്ത്രീ എന്താണ്, അയാളുടെ വീട്ടിൽ പോയി കുറച്ച് ബൗൾസ് വേഗം പോയി എടുത്തുകൊണ്ട് വന്നു. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദി പോട്ട്. അങ്ങനെ ഇയാൾ ഈ പാത്രത്തിൽ നിന്ന് ഈ കല്ല് എന്ത് ചെയ്ത് പുറത്തേക്ക് എടുത്തു. ക്ലീൻഡ് ഇറ്റ്, എന്നിട്ട് നല്ലോണം വൃത്തിയാക്കി. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. അങ്ങനെ അയാൾ ഇത് അയാളുടെ പോക്കറ്റിലിട്ടു. ദെൻ ദ ട്രാവലർ പ്യൂർഡ് ദ സോസ് ഇൻ ടു ദി ബൗൾസ് ഓൺ ദ ടേബിൾ. അങ്ങനെ ഈ ബൗൾസ്, ഈ പാത്രങ്ങൾ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച പാത്രങ്ങളിലേക്ക് സോപ്പ് ഇങ്ങനെ കുറിച്ച് ഒഴിച്ചു. ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലെയിംഡ്. ഗ്രാമക്കാർ ഇത് ടേസ്റ്റ് നോക്കി കണ്ട് ഇങ്ങനെ ആശ്ചര്യത്തോട് പറഞ്ഞു, ഇറ്റ്സ് റിയലി ഡെലീഷ്യസ്. ഇത് എന്താണ്, ശരിക്കും എന്താണ്, ഭയങ്കര ഡെലീഷ്യസ് ആണ്, ഭയങ്കര സ്വാദിഷ്ടമുള്ളതാണ്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഷോ ദാറ്റ് ദ സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. ഇതിൽ നല്ല സൂപ്പ് നല്ല സ്വാദിഷ്ടമുള്ളതാണെന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് എടുത്ത് എഴുതാനാണ്. എന്താണ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. സെൻറ്റൻസ് എന്താണ്, സൂപ്പ് ഭയങ്കര ടേസ്റ്റി ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. സോ അതെടുത്തേത് ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. റിയലൈസേഷൻ, തിരിച്ചറിവ്. വി വുഡ് ആൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. ഞങ്ങളും ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. വെർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ. ഇങ്ങനത്തെ ഈ ഒരു മാജിക് കല്ല് ഞങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? ആസ്ക്ഡ് എ വില്ലേജർ. ആ ഗ്രാമക്കാരനിൽ ഒരാൾ ചോദിച്ചു. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സേഡ്. അങ്ങനെ ഇയാൾ പോക്കറ്റിൽ നിന്ന് ഈ കല്ലെടുത്ത് കണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. നോക്കൂ, ഇതൊരു സാധാരണ കല്ലാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് അറ്റ് ഓൾ ദി യമ്മി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. ഇത് സൂപ്പ് നല്ല ടേസ്റ്റ് ഉള്ളവൻ കാരണം എന്താണ്, നിങ്ങൾ തന്ന വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഇതിലിട്ടത് കൊണ്ടാണ് ഇതിന് നല്ല ടേസ്റ്റ് വന്നത്, അല്ലാതെ ഈ കല്ലിട്ടത് കൊണ്ടല്ല. ഇത് ജസ്റ്റ് ഒരു ഓർഡിനറി, ഒരു സാധാരണ കല്ലാണ്. ദ വില്ലേജേഴ്സ് വെർ സർപ്രൈസ്ഡ്. വില്ലേജേഴ്സ് എന്താണ്, സർപ്രൈസ് ആയി, അതിശയിച്ചു. മേക്കിംഗ് ഓഫ് ദി സോപ്പ് ബ്രോട്ട് ദി വില്ലേജേഴ്സ് ടുഗദർ. അങ്ങനെ ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ആ വില്ലേജ്, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഒരുമിച്ച് കൂടി. ഇവിടെ എന്താ പറയുന്നത്, എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല സന്തോഷത്തിൽ ഒത്തൊരുമയോട് കൂടി ഫുഡ് ഉണ്ടാക്കിയാൽ അതിനെന്തായിരിക്കും, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്, ആ ദിവസം മുതൽ ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ആ ദിവസം മുതൽ ഇവർ പരസ്പരം അവരുടെ ഫുഡ്, ഭക്ഷണമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവർ നല്ല സന്തോഷപൂർവ്വം ജീവിച്ചു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദി വില്ലേജേഴ്സ്? വാട്ട് ഡു യു തിങ്ക്?
യാത്രക്കാരന് ഒരു ട്രിക്ക് ഉപയോഗിച്ചാണല്ലേ അവർക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ ഷെയർ ചെയ്ത് ഫുഡ് നിർമ്മിക്കുകയാണെങ്കിൽ ഭയങ്കര സ്വാദിഷ്ടമുള്ളതായിരിക്കും. പിന്നെ അവരത് മാത്രമല്ല, അവർ തമ്മിലുള്ള സ്നേഹവും വർദ്ധിപ്പിക്കും. വാട്ട് ലെസൺസ് ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്? എന്ത് പാഠമാണ്, എന്ത് ലെസണാണ് നമുക്ക് ഈ ഒരു പാഠം നൽകുന്നത്? എന്താണ് ഷെയറിങ് ബ്രിങ്സ് പീപ്പിൾ ടുഗദർ? എന്താണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഷെയർ ആക്കുന്നത് എന്താണ്, ആൾക്കാരെ ഒരുമിപ്പിക്കും എന്നാണ് ഈ ഒരു പാഠം നൽകുന്നത് അല്ലേ. അത് മാത്രമല്ല, ഇങ്ങനെ ഷെയർ ചെയ്ത് കണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ ഫുഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, കുക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ കഥയിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഏതെങ്കിലും വേർഡ്സിൻ്റെ വാക്കുകളുടെ അർത്ഥം കിട്ടാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഒരു ഐഡിയ കിട്ടാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്ങും തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആരോമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആരോമ ഓഫ് ദി സൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. നമ്മുടെ സൂപ്പിന് നല്ലൊരു സ്മെല്ലായിരുന്നു, നല്ല പ്ലസൻറ്റ്, നല്ല സ്മെല്ലായിരുന്നു. കോട്ടേജ്, എ സ്മോൾ ഹൗസ്, ചെറിയൊരു വീടിനാണ് കോട്ടേജ് എന്ന് പറയുക. ക്യൂരിയോസിറ്റി, അറിയാനുള്ളൊരു ആകാംക്ഷ. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര രുചിയുള്ളത്, ടേസ്റ്റി. എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ്. നമ്മുടെ ട്രാവലർ, യാത്രക്കാരൻ എന്തായിരുന്നു? ഭയങ്കര എക്സ്ഹോസ്റ്റഡ് ആയിരുന്നു, ഭയങ്കര ക്ഷീണിതനായിരുന്നു. ഫുൾഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല തൃപ്തിയാവുക. ഗിഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ട്രാവലർ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓൾഡ് വുമൺ ഗിഗിൾ ചെയ്തിരുന്നു. എന്താണ്? ചെറിയൊരു ചിരി, ഒരു ഫണ്ണി, ഒരു ചെറിയൊരു സില്ലി ചിരിയാണ്. ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ് വിത്തൗട്ട് ഓപ്പണിങ് ദി മൗത്ത്, ഒരു മൂളിപ്പാട്ട് പാടുമല്ലേ, അതിനാണ് ഹം എന്ന് പറയുക. ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ദേഷ്യം വരെ, ഇറിറ്റേറ്റ് ആവുക. ഓർഡിനറി എന്ന് പറഞ്ഞാൽ സാധാരണ, ഓർഡിനറി കല്ലാണെന്നാണ് പറഞ്ഞത്, സാധാരണ കല്ല്. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാതിൽ മുട്ടിയപ്പോൾ, ട്രാവലർ മുട്ടിയപ്പോൾ നമ്മുടെ ഓൾഡ് വുമൺ, ഈ പ്രായമായിട്ടുള്ള സ്ത്രീ പീക്ക്ഡ്, എത്തി നോക്കി വാതിലിനുള്ളിൽ കൂടെ. എന്താണ്? ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയതായിരുന്നു, അതിനാണ് പീക്ക് എന്ന് പറയുക. സ്ലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിയ പീസായിട്ട് ഈ ഒണിയന് സ്ലൈസ് ചെയ്തിരുന്നു, ഇങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ അരിയുന്നതിനാണ് സ്ലൈസ് എന്ന് പറയുക. സ്റ്റിർ എന്ന് പറഞ്ഞാൽ ഇളക്കുക. നമ്മുടെ സൂപ്പ് നമ്മുടെ ട്രാവലർ നല്ലോണം സ്റ്റിർഡ് ചെയ്തിരുന്നു അല്ലേ, ഇളക്കിയിരുന്നു, അതിനാണ് സ്റ്റിർ എന്ന് പറയുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ്, മീനിങ്, അർത്ഥം അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് തീർച്ചയായിട്ടും ചോദിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ഉപയോഗമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് വെക്കുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.